ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശിലായിരുന്നാലും ഇറാനിലായിരുന്നാലും തുർക്കിയിലായിരുന്നാലും ഈ സ്വതന്ത്ര ഭാരതത്തിലായിരുന്നാലും ഇനി അതിൻ്റെ ഒരു മൂലയ്ക്കുള്ള കേരളത്തിലായിരുന്നാലും മതതീവ്രവാദത്തിന് ഒരൊറ്റ നിറമേ ഉള്ളൂ. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല, ആർക്കും അങ്ങനെ അഭിപ്രായവുമില്ല. പക്ഷേ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളായിരുന്നു. അത് നമുക്ക് അംഗീകരിക്കാതെ തരമില്ല. അതൊരു നഗ്ന സത്യമാണ്. അത് നമുക്ക് അംഗീകരിച്ചേ മതിയാകും. ഇപ്പോൾ തുർക്കിയിൽ വലിയ രൂപത്തിൽ ഇസ്താംബൂളിൽ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിലാണ് ഒരു ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചിരുന്നത്. അതിനെ ഇസ്ലാം മത തീവ്രവാദികളൊക്കെ നശിപ്പിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും അത് കണ്ടിരിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് കുറച്ച് വയലൻസ് ഉള്ളത് കൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് അപരന്റെ മതവിശ്വാസങ്ങളോട്, ആഘോഷങ്ങളോട്, ആചാരങ്ങളോട് ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ അസഹിഷ്ണുത? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തൻ്റെ മതം മാത്രമാണ് ശരി, തൻ്റെ ആശയം മാത്രമാണ് ശരി, തൻ്റെ മതം മാത്രം ഈ ഭൂമിയിൽ മതി എന്നുള്ള അവകാശവാദത്തെ അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയാം, കുപ്രസിദ്ധ ഗുണ്ടയും UAPA ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയുമായ ഒരു യുവാവ് പിടിയിലായത് ഇന്നലെയാണ് ആ വാർത്ത വൈറലായത്. മലപ്പുറം പെരുമ്പടപ്പ് വെളിയങ്കോട് താന്നിത്തുറയ്ക്കൽ വീട്ടിൽ ഷംനാദ് എന്ന 35-കാരനെയാണ് കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ സഹായത്തോടെ തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തു? വേട്ടക്കാരന്റെയും ഇരയുടെയും ജാതിയും മതവും രാഷ്ട്രീയവും വളരെ നിർബന്ധമാണ് നമ്മുടെ നാട്ടിൽ. അത് നോക്കിയിട്ട് വേണം ഒരു വാർത്ത കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ. ATS DIG പുട്ട വിമലാദിത്യ അദ്ദേഹത്തിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിലെ നേപ്പാൾ ബോർഡറിൽ വെച്ചിട്ടാണ് പിടികൂടുന്നത്. വധശ്രമം ഉൾപ്പെടെ 22 കേസുകളിൽ പ്രതിയാണ് ഈ ഷംനാദ്. 2023 ഓഗസ്റ്റ് 17 വെളിയങ്കോട് സ്വദേശി മുഹമ്മദ് ഫായിസിനെ വധിക്കാൻ ശ്രമിച്ചതിന് തൃശൂർ സിറ്റിയിലെ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. ഈ കേസിന് ശേഷം വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും മാറി മാറി ഒളിവിൽ കഴിയുകയായിരുന്നു കക്ഷി. 2016 വിജിലൻസ് ചമഞ്ഞ് പെരുമ്പാവൂരിലെ ഒരു വീട്ടിൽ കയറി സ്വർണ്ണാഭരണങ്ങളും മറ്റും കവർച്ച ചെയ്ത കേസിലെ പ്രധാന പ്രതിയാണ് ഇയാൾ. ഈ കേസ് കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ്. തുടർന്നാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് ഇയാൾ. അതിന് ശേഷമാണ് വടക്കേക്കാട് കേസിൽ ഉൾപ്പെട്ട് ഒളിവിൽ പോകുന്നത്. ഒരു തവണ പിടിക്കപ്പെടും, രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും ഇവർക്ക് ഏത് നിയമത്തെയും കയ്യിലെടുക്കാമെന്നൊരു ധാർഷ്ട്യമുണ്ട്. തടിയന്റെ അവിടെ നസീർ ഉൾപ്പെട്ട തീവ്രവാദ ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് ഇയാൾ. ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകളെ കുറിച്ച് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അന്വേഷിച്ചു വരുന്നുണ്ട്. ശരി, അന്വേഷിക്കട്ടെ, അത് കണ്ടെത്തട്ടെ, അതൊക്കെ അനിവാര്യം തന്നെയാണ് എന്ന് വിശ്വസിക്കാം. പക്ഷേ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ എതിർക്കുന്ന എത്ര പേരെ നമുക്കറിയാൻ കഴിയുന്നു? ഇവര് കാരണം ഖുർആനും സുന്നത്തും ജീവിതത്തിൽ പകർത്തി മര്യാദയ്ക്ക് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും മനസമാധാനത്തോടുകൂടി ഇവിടെ ജീവിക്കാൻ കഴിയാത്തത് ഇവരുടെ തീവ്രവാദം കാരണമാണ് എന്ന് പറഞ്ഞ് ഇവരെ എതിർക്കുന്ന എത്ര പേര് നിങ്ങൾക്കറിയാൻ കഴിയുന്നുണ്ട്? ഇവർ അതിനെ എതിർക്കാത്തിടത്തോളം കാലം ഇവരും അതിൻ്റെ ഭാഗമാണെന്നല്ലേ നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇത്തരം തീവ്രവാദങ്ങൾക്കെതിരെ സംസാരിക്കാത്ത, ഇത്തരം ഭീകരതയ്ക്കും രാജ്യവിരുദ്ധതകൾക്കും എതിരെ പ്രതികരിക്കാൻ സാധിക്കാത്ത ആളുകളെ നമ്മൾ ഏതിനത്തിൽ ഉൾപ്പെടുത്തും? അവർ ഈ രാജ്യത്തിന്റെ ദേശീയതയോടൊപ്പം നിൽക്കുന്ന ആളുകളാണോ, അതോ മതതീവ്രവാദത്തെ എതിർക്കുന്ന ആളുകളാണോ, മുസ്ലിം പ്രീണനം നടത്തുന്ന ആളുകളാണോ? ശരി, നമ്മൾ പറയുമ്പോൾ മതത്തോട് നമുക്ക് ദേഷ്യമുള്ളത് കൊണ്ടാണ് മതത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. പൊറുതി മുട്ടിയ ക്രിസ്ത്യാനികളുടെ പ്രതികരണം കേട്ടോ.
ദേവാലയങ്ങൾ ബോംബിട്ട് തകർത്ത്, മതത്തിന്റെ പേരിൽ തീവ്രവാദികൾ ക്രിസ്തീയ ദേവാലയങ്ങൾ ബോംബിട്ട് തകർത്ത് മനുഷ്യരക്തം ചിന്തുമ്പോൾ, അള്ളാഹു തുറന്ന് കുരവിളി മുഴക്കിക്കൊണ്ട് നിഷ്കളങ്കന്റെ കഴുത്തിൽ കത്തിയിറക്കി രക്തം ചൊരിയുമ്പോൾ, പാവപ്പെട്ട മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ മുഴുവൻ തകർത്ത് ചതിവിൽ അവരുടെ മക്കളെ അവരിന്ന് ദാരുണമായി പറിച്ചെടുക്കുമ്പോൾ, എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ നല്ലവരെന്ന് നാം കരുതുന്നവർ പോലും പ്രതികരിക്കാതിരിക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുന്നത്? വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം അതാണ്. എന്തുകൊണ്ടാണ് ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്ത പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ എതിർക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? രഞ്ജിത്ത് ശ്രീനിവാസൻ ഒരു തെറ്റും ചെയ്യാതെ എന്തുകൊണ്ടാണ് 15ഓളം ഭീകരരായ പോപ്പുലർ ഫ്രണ്ടുകാർ ആ യുവാവിന്റെ വീട്ടിൽ കയറി കൊടും പാതകം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഏറ്റവും ഒടുവിലായി കേസിൽ വിധി പ്രസ്താവിച്ച ജഡ്ജിനെ പോലും വെറുതെ വിടാതെ പിന്നാലെ നടന്ന് ആക്രമിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്? ഒരു വാർത്തയും കൂടെ കാണാം. ടെററിസം. രഞ്ജിത്ത് വധം നടന്നപ്പോൾ തേജസ് എന്ന ഇസ്ലാമിക മാധ്യമത്തിന്റെ അസിസ്റ്റന്റ് എഡിറ്റർ സെലിബ്രേറ്റിംഗ് ദ ടെററിസം. രഞ്ജിത്ത് വധം നടന്നപ്പോൾ തേജസ് എന്ന ഇസ്ലാമിക മാധ്യമത്തിന്റെ അസിസ്റ്റന്റ് എഡിറ്റർ 2021 ഡിസംബർ 19 ഇട്ട പോസ്റ്റാണിത്. അബ്ദുള്ള PC എന്ന അയാളുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്നലെ രാത്രി BJP-ക്കാർ നേരത്തെ ഇറക്കിയ മാമാ ചാനലുകാരെ എല്ലാം നേരത്തെ ഉണർത്തി. രഞ്ജിത്തിന്റെ കൊലപാതകം നടന്ന ശേഷം തേജസ് അസിസ്റ്റന്റ് എഡിറ്റർ അബ്ദുള്ള PC 2021 ഡിസംബർ 19 ഇട്ട പോസ്റ്റാണിത്. വായ്ക്കരിയിടാൻ മുഖവും തലയുമില്ലാതെ വെട്ടി നുറുക്കി നശിപ്പിച്ച ക്രൂരതയ്ക്ക് ശേഷം ചോരമണമുള്ള ഈ പോസ്റ്റ് ഇയാളുടെ വാളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. കൊലപാതകങ്ങൾ കേരളത്തിൽ അനേകം നടന്നിട്ടുണ്ട്. എങ്കിലും മതഭീകരതയുടെ പേരിലുള്ള കൊലപാതകങ്ങൾ അപകടം കൂട്ടുന്നതാണ്. ഒരു മതക്കാരിലെ ഭീകരന്മാർ മറ്റു മതക്കാരെ കൊന്നൊടുക്കുക, ഇസ്ലാമിക ഭീകരന്മാർ കാഫറുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശുദ്ധ പുസ്തകത്തിലെ കാര്യങ്ങൾ അനുവർത്തിക്കാൻ തുടങ്ങുമ്പോൾ സമൂഹത്തിന് തീർച്ചയായും ആശങ്ക ഉണ്ടാകും. ആ ആശങ്ക തന്നെയാണ് രഞ്ജിത്തിന്റെ കൊലപാതകത്തിലും. ആ കൊലപാതകത്തെ സെലിബ്രേറ്റ് ചെയ്യും വിധമാണ് തേജസ് അസിസ്റ്റന്റ് എഡിറ്റർ 2021 ഡിസംബർ 19 ഇട്ട പോസ്റ്റ്. ഇപ്പോൾ രഞ്ജിത്തിന്റെ കൊലക്കേസിൽ 15 പ്രതികളെയും തൂക്കിക്കൊലയ്ക്ക് വിധിച്ചപ്പോൾ ഹിന്ദു ആചാര്യൻ കൂടിയായ ഡോക്ടർ ഭാർഗവറാമാണ് ഇത് സമൂഹത്തിന്റെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഡോക്ടർ ഭാർഗവറാമിന്റെ കുറിപ്പ് ഇങ്ങനെ: രഞ്ജിത്ത് ജി വധക്കേസിലെ 15 പ്രതികൾക്ക് വധശിക്ഷ ലഭിച്ച ഈ അവസരത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. രഞ്ജിത്ത് ജിയെ വധിച്ചതിൽ ഊറ്റം കൊണ്ടുകൊണ്ടുള്ള PC അബ്ദുള്ളയുടെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ചുവടെ. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ ഊറ്റം കൊണ്ട് തേജസ് അസിസ്റ്റന്റ് എഡിറ്റർ 2021 ഡിസംബർ 19 ഇട്ട പോസ്റ്റാണിത്. ഇന്നലെ രാത്രി BJP-ക്കാർ നേരത്തെ ഉറക്കിയ മാമാ ചാനലുകളെല്ലാം ഇന്ന് SDPI-ക്കാർ നേരത്തെ ഉണർത്തി എന്നായിരുന്നു PC അബ്ദുള്ളയുടെ പോസ്റ്റ്. അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് PFI SDPI ഹിറ്റ് സ്ക്വാഡ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻജിയെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയപ്പോൾ നിർഭയം SDPI സഹപ്രവർത്തകരെ അഭിനന്ദിക്കുന്ന, ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന അബ്ദുള്ള ആള് ചില്ലറക്കാരൻ അല്ലല്ലോ. പോപ്പുലർ ഫ്രണ്ടിന്റെ മീഡിയ സ്ലീപ്പർ സെൽ നിയന്ത്രിക്കുന്നത് ഇന്നും P. കോയയുടെ വത്സല ശിഷ്യന്മാരിൽപ്പെട്ട അബ്ദുള്ളയാണ്. ഗുരു ശിഷ്യ സമാഗമത്തിന് തിഹാർ ജയിൽ വൈകാതെ വേദിയാകട്ടെ എന്ന് മാത്രം ഇപ്പോൾ ആശംസിക്കുന്നു എന്നാണ് ഡോക്ടർ ഭാർഗവറാം കുറിച്ചത്. ഇത് ഡോക്ടർ ഭാർഗവറാം ചൂണ്ടിക്കാണിക്കുന്നിടത്ത് മാത്രം ഒതുങ്ങുന്നില്ല. സെലിബ്രേറ്റിംഗ് ദ ടെററിസം എന്നത് കോടതിക്കെതിരെയും വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെയും ഉയരുകയാണ്. രഞ്ജിത്ത് വധക്കേസിൽ വിധി പറഞ്ഞ വനിതാ ജഡ്ജിക്കെതിരെ ഭീഷണികൾ ഉയരുന്നു. റുബിന റൂബി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും ജഡ്ജിയെ ആക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും സന്ദേശങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഈ പ്രൊഫൈൽ ജഡ്ജിയെ ആക്ഷേപിച്ചിരിക്കുന്നത് ഇങ്ങനെ: RSSന്റെ അഭിഭാഷക പരിഷത്തിന്റെ ജില്ലാ നേതാവാണ് വനിതാ ജഡ്ജി. നികുതി പണത്തിൽ നിന്ന് നക്കാൻ ഒരു ജോലി മാവേലിക്കര ജഡ്ജി വിധിക്കുന്നത് RSS കാര്യാലയത്തിൽ നിന്ന് എന്ന പോലെ. ഇവളാണ് 10 മിനിറ്റ് കൊണ്ട് എല്ലാ പ്രതികൾക്കും വധശിക്ഷയും ജീവപര്യന്ത ജൽപ്പനവും പുറപ്പെടുവിച്ച വർഗീയവാദി. ഈ പോസ്റ്റിൽ റുബിന റൂബി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ചെയ്യുന്നത് ടെററിസം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ജഡ്ജിയെ വർഗീയവാദി എന്ന് വിളിക്കുന്നു, ആക്ഷേപിക്കുന്നു, RSS കാരി എന്ന് വിളിക്കുന്നു. ന്യൂസ് ഡെസ്ക്. എങ്ങനെയുണ്ട് ഇവിടെ? ജഡ്ജിക്കാകട്ടെ, മാധ്യമപ്രവർത്തകർക്കാകട്ടെ, പ്രധാനമന്ത്രിക്കാകട്ടെ, ഒരാൾക്കും ഇവരുടെ നാവിന്റെ വിഷത്തിൽ നിന്നും മോചനമില്ല. ആ മനുഷ്യനോട് ചെയ്തതൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഹൃദയഭേദകമായ കാഴ്ച. കണ്ടതിനേക്കാളേറെയായിരുന്നു അദ്ദേഹത്തിന്റെ വിവരണം. ഒരു മനുഷ്യന്റെ തലയോട്ടി ചിന്നിച്ചിതറിത്തെറിച്ചു ആ വീട് മുഴുവൻ. എന്നിട്ട് ആ മൃതശരീരത്തോട് ആദരവ് കാണിക്കാതെ, ദയ കാണിക്കാതെ ഈ 15 ആളുകളും കേറി ഇറങ്ങി തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന ആയുധം വെച്ച് പ്രയോഗിച്ചു എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഇവരെയൊക്കെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? പൂമാലയിട്ട് സ്വീകരിക്കണമായിരുന്നു. നന്ദി.